ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, നിനക്കൊരു നല്ല പ്രഭാതം. ജീവിതത്തിൽ പല രീതിയിൽ കാറ്റിനും കോളിനുമൊക്കെ ഇടയിലൂടെ കടന്നു പോകുന്നവരാണല്ലോ നമ്മളൊക്കെ. നമ്മൾ എത്ര ശ്രമിച്ചാലും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് വരുന്ന ചില കോളിളക്കങ്ങൾ, ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കാനുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്, നമ്മൾ ഈശോയിൽ ഇത്രമാത്രം ആശ്രയിച്ചിട്ട് ഇത്രമാത്രമൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഈശോ ഉണ്ടായിരുന്ന തോണിയെ തന്നെ കാറ്റും കോളും അടിക്കുകയാണ്. കാറ്റും കോളും അടിച്ചിട്ട് ശിഷ്യന്മാർ വള്ളം മുങ്ങുമെന്ന് കണ്ടപ്പോൾ ഈശോനെ വിളിച്ചു, ഭയത്തോടു കൂടി വിളിച്ചു ഉണർത്തിയാണ്, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഈശോയുടെ നിറസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും കാറ്റും കോളും ഉണ്ടായി. ഈശോ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ, എന്തിനാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്? കൂടെ ദൈവം ഉണ്ടായിരുന്നിട്ടും ആ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം മനസ്സിലാക്കാതെ അവർ ഭയപ്പെടുകയാണ്. ഈശോ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഈശോ കാറ്റിനെയും കോളിനെയും ഒക്കെ ശാസിക്കുകയാണ്, ശാന്തമാകുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 27-ാം തിരുവചനം. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ശിഷ്യന്മാർ വല്ലാതെ ആശ്ചര്യപ്പെടുക. കാറ്റിനെയും കടലിനെയും എല്ലാം ശാന്തമാക്കാൻ കഴിയുന്ന കർത്താവ്, നിന്റെ കൂടെയുള്ള കർത്താവിനെ കുറിച്ച് പറയുക. സുഹൃത്തെ, ഈ കർത്താവ് നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്ക് നോക്കിക്കൊണ്ട്, ജീവിതത്തിൽ ഉണ്ടാകുന്ന കാറ്റിനെയും കോളിനെയും നോക്കിക്കൊണ്ട് നീ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ നല്ലവനായ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാം. നമുക്കൊന്ന് ശാന്തമാകാം. നല്ലവനായ കർത്താവെ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിലേക്ക് കാറ്റും കോളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തനാകാതെ, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്തയിൽ കഷ്ടപ്പെടാതെ, ചിന്തയിൽ നിരാശപ്പെടാതെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശു എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സഹായിക്കണമേ. ഈ വ്യക്തിക്ക് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ദിവസമാക്കി കർത്താവെ അങ്ങ് മാറ്റിക്കൊടുക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു.